ഡൽഹി പോലീസ് നടപടിക്ക് പിന്നാലെ SFI നേതാവ് ഐഷി ഘോഷ് ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാകും. പട്യാല ഹൗസ് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വിജയശ്രീ റാത്തോറാണ് കേസ് പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് ഡൽഹി കോടതി ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു. 2021 ഡൽഹിയിലെ ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ മാർച്ചിലെ കേസിലാണ് കഴിഞ്ഞ ദിവസം CPM ഓഫീസിൽ നിന്ന് ഐഷി അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയും ആ നീക്കം CPM നേതാക്കൾ തടഞ്ഞതും തനിക്കെതിരെ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തന്റെ ഫോൺ പോലീസ് ചോർത്തുന്നതായും ഐഷി ആരോപിച്ചിരുന്നു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. തൗഫീഖ്, ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഇന്നലെ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ഐഷിക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തെല്ലാം വാദമുഖങ്ങളായിരിക്കും ഐഷി ഉയർത്താൻ പോകുന്നത്? ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? എത്ര കണ്ട് നിർണായകമാണ് ഐഷിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം? ഇന്നലെ ഡൽഹി പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഐഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താൻ പോകുന്ന വഴിയിൽ തന്നെ പോലീസ് പിന്തുടരുകയായിരുന്നു, തന്റെ മൊബൈൽ ഫോൺ പോലീസ് ചോർത്തുന്നുണ്ടായിരുന്നു, അല്ലാതെ എങ്ങനെയാണ് താൻ AKG ഭവനിലുണ്ട് എന്നുള്ള വിവരം ഡൽഹി പോലീസ് അറിഞ്ഞതും അവിടെ എങ്ങനെയാണ് അവരെത്തിയതും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഐഷി ഘോഷ് ചോദിച്ചത്. ഇന്ന് വീണ്ടും കോടതിയുടെ മുന്നിൽ ഹാജരാവുകയാണ്. ഇന്നലെ ഓൺലൈൻ വഴി ഐഷി ഹാജരായതിനു ശേഷമാണ് ആ വാറന്റ് ഡൽഹി പോലീസ് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തത്. ഒരു ദിവസത്തേക്കാണ് ഡൽഹി പോലീസ് അത് സ്റ്റേ ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാകാൻ ഐഷിയോട് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇന്ന് ഐഷി നേരിട്ട് തന്നെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാകും. 2011 നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ബംഗ്ലാ ഭവനിലേക്കായിരുന്നു ഐഷി ഉൾപ്പെടെയുള്ള SFI സംഘം മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ പോലീസ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ബംഗ്ലാ ഭവനിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വകുപ്പാണ് ഐഷിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരമാവധി 3 മാസം തടവ് ശിക്ഷയും 1000 രൂപയോളം പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഐഷിയുടെ മേലുള്ളത്. അതിന്ന് കോടതി പരിഗണിക്കുകയാണ്. പ്രധാനമായും ഡൽഹി പോലീസിന്റെ നടപടിയായിരിക്കും ഇന്ന് ചൂണ്ടിക്കാട്ടുക. അതല്ലാതെ വലിയ രീതിയിലേക്കൊരു വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറിയ കേസാണ്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹാജരായത് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഐഷിയും അതോടൊപ്പം തന്നെ അഭിഭാഷകരും ഇന്നലെ പങ്കുവച്ചത്. ഈ പ്രധാനമായും ഈ CJP പ്രതിഷേധത്തിൽ മുൻനിരയിൽ നിന്ന ഒരു നേതാവായിരുന്നു ഐഷി ഘോഷ്. അതിന്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണ് എന്നാണ് ഐഷി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യങ്ങൾ തന്നെയാണ് ആരോപിക്കുന്നത്. ഇന്നലെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം ഉയർത്തുകയും വലിയ പ്രതിഷേധത്തിന് അതെല്ലാം ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ തന്നെ പട്യാല ഹൗസ് കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി തൗഫീഖ്.